ഗായ്സ്, അപ്പോൾ അട്ടപ്പാടി വീഡിയോൻ്റെ മൂന്നാമത്തെ വീഡിയോ നമ്മളങ്ങനെ കരടിപ്പാറയിൽ നിന്നുള്ളൊരു വീഡിയോസാണ് ലാസ്റ്റ് കൊണ്ട് നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് യാത്രയാകാന്നുള്ള പ്ലാൻ. എന്താ വെച്ചാൽ ഏകദേശം വൈകിട്ടാകാൻ തുടങ്ങിയല്ലോ. അപ്പോൾ നമുക്ക് ഈ ചുരം ഇറങ്ങണം. വലിയ ചുരതാണ്ട്, താഴെയാണ് വണ്ടി. ഈ ചുരം ഇറങ്ങണം, അതാണ് മെയിൻ ടാസ്ക്. പിന്നെ ചുരം ഇറങ്ങി വണ്ടി എടുത്ത്, പക്ഷേ നല്ല ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ ഗായ്സ്. ഇതാണ്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് അറിയാലോ. നല്ല ലൊക്കേഷൻ. നമ്മുടെ വൈഷ്ണുവിൻ്റെ വണ്ടിൻ്റെ ടയറിലൊക്കെ കണ്ട അത്രയും ചേറായിരുന്നു. ലൊക്കേഷൻ നല്ലതായിരുന്നു, പക്ഷെ പോണ റൂട്ട് നല്ല മോശമായിരുന്നു. പക്ഷെ അതെല്ലാം താണ്ടി നമ്മൾ ആ ലൊക്കേഷനിലെത്തി. നല്ല നല്ല വൈബ്. കുറേ മണിക്കൂർ ഇരുന്നു അവിടെ. നല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അട്ടപ്പാടി വീഡിയോ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഇറക്കിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള അക്കൗണ്ടിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കരടിപ്പാറയ്ക്ക് പോകാൻ. നല്ല ലൊക്കേഷനായിരുന്നു, പക്ഷെ അതൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. നമ്മൾ നേരെ മുന്നോട്ട് ഇനി വീട്ടിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ നേരെ മുന്നോട്ടും. അപ്പോൾ നമുക്ക് ടൗണും കാര്യങ്ങളൊക്കെ എത്തി. അപ്പോൾ നമുക്ക് ടൗൺ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് അട്ടപ്പാടി താഴെ ചുരത്തിൻ്റെ താഴെ നിന്ന് ഫുഡ് കഴിച്ച് കയറി. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ വണ്ടിയിലുള്ള വെള്ളം വരെ തീർന്നു ഗൈസ്. എന്താ വെച്ചാൽ ആ ഒരു കരടിപ്പാറ പോയപ്പോൾ ഒന്നും ഇല്ലല്ലോ, അധികം ഹോട്ടൽ കാര്യങ്ങളൊന്നുമില്ല, ഈ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ലക്ഷ്യം ഒരു ചായ കുടിക്കണം, അതാണ് മെയിൻ ടാസ്ക്. അപ്പോൾ നേരെ ചായക്കട തപ്പി ഇറങ്ങി. അങ്ങനെ അട്ടപ്പാടിൻ്റെ ടൗണിൽ തന്നെ നമുക്ക് ചായക്കട കിട്ടി. ആ ചായക്കട നിന്ന് കിട്ടി. അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ പോണത് കോയമ്പത്തൂർ വഴിയാണ് ഗൈസ്. നമ്മൾ വന്ന റൂട്ട് വേറെ, പോണ റൂട്ട് കോയമ്പത്തൂർ, തമിഴ്നാട് പോകാമെന്നുള്ള പ്ലാനാണ്. തമിഴ്നാട് റൂട്ട് പോകാമെന്ന് വെച്ചാൽ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിച്ച് കാണാമെന്നുള്ള പ്ലാനാണ്. അങ്ങനെ ബോർഡർ ഇതാണ്ട, തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു ഗൈസ്. എത്തി കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് എത്തി ഗൈസ്. അപ്പോൾ ചെറിയൊരു ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ പോലീസ് എല്ലാവരും ഞങ്ങളെ പിടിച്ചു. എന്താ വെച്ചാൽ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്താ വെച്ചാൽ കേരളത്തിൽ നിന്ന് വരുന്ന കാരണം എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങളെ വിട്ടത്. കുറേ ചെക്ക് ചെയ്തു, കുറേ സംസാരിച്ചു. എന്താ വെച്ചാൽ എല്ലാം സ്പെൻഡർ ആയതുകൊണ്ടും അതിനെക്കുറിച്ച് കുറേ ചോദിച്ചു. അത് എല്ലാ തവണയും പോലീസ് പിടിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്, സ്പെൻഡറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കും. പിന്നെ പോണ റൂട്ട് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം വൈബായിരുന്നു ഗൈസ്. തമിഴ്നാട് റോഡ് പറഞ്ഞാൽ അറിയാലോ, ഒരു വൈബ് പറഞ്ഞൊരു ഒന്നൊന്നര വൈബ്. പിന്നെ അത്യാവശ്യം ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ടൗൺ എത്തി ഗൈസ്. അതായത് കോയമ്പത്തൂർ ടൗൺ എത്താനായി. എത്തിയെന്ന് പറയാലോ. അപ്പോൾ ടൗൺ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞായറാഴ്ച ആയിരുന്നല്ലോ, ഫുള്ള് ബ്ലോക്കായി ഗൈസ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അയ്യോ പൊന്നോ വയ്യാണ്ടായി ഗൈസ്. അത്രയും ബ്ലോക്കും കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത്യാവശ്യം ഇരുട്ടാകാൻ തുടങ്ങി. നമുക്കിനി നമ്മുടെ ലക്ഷ്യസ്ഥാനേക്ക് വീട്ടിലേക്ക് 80 കിലോമീറ്ററാണ്. 80 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇരുട്ടാകും തോറും നമുക്ക് നല്ല സ്പോട്ട് കണ്ടു. വീണ്ടും ഒരു ചായ ഗൈസ്. ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങനെ പിരിയാന്നുള്ള പ്ലാനാണ്. എന്താ വെച്ചാൽ പാലക്കാട് എത്താനായി. അപ്പോൾ വാളയാർ എത്താനായി. വാളയാറിൽ നിന്ന് പിന്നെ നമ്മുടെ അഖിൽ മച്ചാൻ പോകും. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനാണ്. പിന്നെ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ അട്ടപ്പാടി വീഡിയോ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കുക. ഞാൻ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യം അക്കൗണ്ട് പോയി നോക്കുക. അപ്പോൾ അട്ടപ്പാടിക്ക് ചെറിയൊരു യാത്രയാണ്, 1 ഡേ ട്രിപ്പായി പ്ലാൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണാൻ അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.